തോൽവിക്ക് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെതിരെ കഴക്കൂട്ടം കുളത്തൂർ ജംഗ്ഷനിൽ ഫ്ലക്സ് ബോർഡ്. പണാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വളരട്ടെ എന്ന് ഫ്ലക്സിൽ. കുളത്തൂർ സഖാക്കൾ എന്ന പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം മോഹനന്റെ ചിത്രവും ഫ്ലക്സിലുണ്ട്. സഫാൻ വി പി വിവരങ്ങൾ നൽകും. സഫാൻ, എന്താണ് ഫ്ലക്സിൽ പറയുന്നത്? ജിൽസി, കഴക്കൂട്ടം ഏരിയ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കെ ശ്രീകണ്ഠൻ എന്ന ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫായിരുന്ന ആൾ പാർട്ടിക്കെതിരെ മത്സരിച്ചതൊക്കെ ഈ ഏരിയയിലാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് പിന്നാലെ കുളത്തൂർ ജംഗ്ഷനിൽ, കഴക്കൂട്ടത്തെ കുളത്തൂർ ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. കുളത്തൂർ സഖാക്കൾ എന്ന പേരിലാണ് ഈ കടകംപള്ളി സുരേന്ദ്രനെതിരെയും ഈ കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവുമായ ശ്യാമോഹനെതിരെയും രണ്ടുപേരെയും പ്രതിക്കൂട്ടിലായിക്കൊണ്ട് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയാണ് വലുത്, പണാധിപത്യം തുലയണം, ജനാധിപത്യത്തിലേക്ക് പാർട്ടി തിരിച്ചു വരണം, പാർട്ടി തിരുത്തണം എന്നൊക്കെയുള്ള ഫ്ലെക്സ് വാചകങ്ങളാണ് ഏതായാലും ഫ്ലെക്സിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത് BJP വിജയിച്ച ഒരു സ്ഥലം കൂടിയാണ്. 3 ഇടങ്ങളിലാണ് സംസ്ഥാനത്ത് BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. വി മുരളീധരൻ കഴക്കൂട്ടത്ത് വിജയിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നം ഇപ്പോൾ മറ നീക്കി പുറത്തേക്ക് വന്നിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ചില പാർട്ടി പ്രവർത്തകരെ ഈ പാർട്ടിയിൽ പുറത്താക്കുകയും അവരെ തിരിച്ചെടുക്കുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുടരുകയും കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ പ്രാദേശിക തലത്തിലുള്ള നേതൃത്വം വലിയ രീതിയിൽ മുന്നോട്ട് വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇപ്പോഴൊരു ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. ജിൽസി, ശരി. സഫാൻ വി പി ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.